അടിവസ്ത്രത്തിൽ കാണുന്ന ആ ഡിസ്ചാർജ് അഥവാ സ്രവം അത് നോർമലാണോ അതോ എന്തെങ്കിലും അസുഖത്തിന്റെ ലക്ഷണമാണോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതെപ്പറ്റിയോർത്ത് ടെൻഷൻ അടിച്ചിട്ടുണ്ടോ? സത്യം പറയട്ടെ, ഇതിൽ നിങ്ങൾ ഒട്ടും ഒറ്റയ്ക്കല്ല കേട്ടോ. എന്റെ ക്ലിനിക്കിൽ വരുന്ന മിക്ക സ്ത്രീകളും എന്നോട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നൊരു ചോദ്യമാണിത്. പലർക്കും ഇതൊരു വലിയ ഉത്കണ്ഠയാണ്, പക്ഷേ ഇത് തികച്ചും സ്വാഭാവികമായ ഒരു കാര്യമാണ്. ഞാൻ ഡോക്ടർ സിയ. ഇന്ന് നമ്മൾ നിങ്ങളുടെ ഈ പേടിയൊക്കെ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഇതുപോലുള്ള ലളിതവും വിശ്വസനീയവുമായ വിവരങ്ങൾ അറിയാൻ നമ്മുടെ ഹെൽത്ത് കണക്ട് കേരള എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. നിങ്ങളുടെ സ്വന്തം ശരീരത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മൾ എപ്പോഴും കൂടെയുണ്ടാവും. ഇന്ന് നമ്മൾ പ്രധാനമായും നോക്കുന്നത് നിങ്ങളുടെ ഡിസ്ചാർജ് നോർമലാണോ, എന്തുകൊണ്ടാണ് ഇതിൽ മാറ്റങ്ങൾ വരുന്നത്, നമ്മൾ അവഗണിക്കരുതാത്ത ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണേണ്ടത്, പിന്നെ ലളിതമായ ചില ഹൈജീൻ ടിപ്സ്, ഇതൊക്കെയാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം, ഈ സ്രവം ശരിക്കും നോർമലാണോ? ഇതിന്റെ സയൻസ് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് 100% നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. പലരും വിചാരിക്കുന്നത് ഇതൊരു അഴുക്കാണെന്നാണ്. ഒരിക്കലുമല്ല. സത്യത്തിൽ നമ്മുടെ ശരീരം സ്വയം വൃത്തിയാക്കാൻ വേണ്ടി പ്രകൃതിദത്തമായി ഉണ്ടാക്കിയിട്ടുള്ളൊരു സൂപ്പർ സിസ്റ്റമാണിത്. അണുബാധകളിൽ നിന്നൊക്കെ നമ്മുടെ ഗർഭപാത്രത്തെയും മറ്റും സംരക്ഷിച്ചു നിർത്തുന്ന കോശങ്ങളുടെയും നല്ല ബാക്ടീരിയകളുടെയും ഒരു മിശ്രിതമാണ് ഈ സ്രവം. ഒരുതരം സെൽഫ് ക്ലീനിംഗ് മെക്കാനിസം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അടുത്ത ചോദ്യം വരും, എന്താണ് നോർമൽ? സാധാരണയായി ഇത് ക്ലിയറായിരിക്കും, അല്ലെങ്കിൽ ഒരു വെള്ള നിറത്തിൽ കാണാം. പ്രത്യേകിച്ച് രൂക്ഷമായ മണമോ ചൊറിച്ചിലോ ഒന്നും ഉണ്ടാകില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. എല്ലാവരുടെയും ശരീരം ഒരുപോലെയല്ല. നിങ്ങളുടെ ശരീരത്തിന്റെ നോർമൽ എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. അതാണ് നിങ്ങളുടെ പേഴ്സണൽ ബേസ് ലൈൻ. ഇനി അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഈ സ്രവത്തിൽ ഇടയ്ക്കിടെ മാറ്റങ്ങൾ വരുന്നത്? അതിൽ ഹോർമോണുകൾക്കുള്ള പങ്ക് എന്താണ്? ചില ദിവസങ്ങളിൽ സ്രവം കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും, അല്ലേ? ഇതിന് കാരണം നമ്മുടെ ആർത്തവ ചക്രത്തിലുണ്ടാവുന്ന ഹോർമോൺ മാറ്റങ്ങളാണ്. ഓവുലേഷൻ സമയത്ത്, അതായത് അണ്ഡം പുറത്തു വരുന്ന ആ സമയത്ത്, ഈ സ്രവം മുട്ടവെള്ള പോലെ കുറച്ച് വലിയുന്ന രൂപത്തിലാവും. അതുപോലെ ഗർഭകാലത്ത് ഇതിൻ്റെ അളവ് കുറച്ച് കൂടുതലായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സുള്ള സമയമാണെങ്കിലും ഇതിൽ വ്യത്യാസങ്ങൾ വരാം. ഇതൊക്കെ തികച്ചും നോർമലായ ആരോഗ്യകരമായ മാറ്റങ്ങൾ മാത്രമാണ് കേട്ടോ, പേടിക്കാനൊന്നുമില്ല. ശരി, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും അവഗണിക്കരുതാത്ത ചില വാർണിംഗ് സൈനുകൾ, അതായത് ചില മുന്നറിയിപ്പുകൾ. നിങ്ങളുടെ സാധാരണ ഡിസ്ചാർജിൽ നിന്നും മാറി പെട്ടെന്ന് നിറത്തിലോ മണത്തിലോ വലിയ മാറ്റങ്ങൾ കണ്ടാൽ നമ്മൾ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് പൈര് പോലെയോ അല്ലെങ്കിൽ കോട്ടേജ് ചീസ് പോലെയോ കട്ടിയുള്ള സ്രവമാണെങ്കിൽ അത് പലപ്പോഴും ഈസ്റ്റ് ഇൻഫെക്ഷൻ ആവാം. ഇനിയിപ്പോൾ ഗ്രേ, പച്ച അല്ലെങ്കിൽ ഒരു കടുത്ത മഞ്ഞ നിറമാണ് കാണുന്നതെങ്കിൽ അത് അണുബാധയുടെയോ അല്ലെങ്കിൽ ലൈംഗികമായി പകരുന്ന ഏതെങ്കിലും ഇൻഫെക്ഷൻ്റെയോ ലക്ഷണമാകാം. അതുപോലെ തന്നെ വല്ലാത്തൊരു ദുർഗന്ധം, പ്രത്യേകിച്ചും ഒരു മീൻ മണമൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ അത് ബാക്ടീരിയൽ വജൈനോസിസ് അഥവാ BV ആകാനാണ് സാധ്യത. ഡിസ്ചാർജിലെ മാറ്റങ്ങൾക്ക് പുറമെ ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ കൂടിയുണ്ടെങ്കിൽ അത് കൃത്യമായ റെഡ് ഫ്ലാഗ് ആണ്. അതായത് സ്രവത്തോടൊപ്പം നിങ്ങൾക്ക് വല്ലാത്ത ചൊറിച്ചിൽ അനുഭവപ്പെടുക, അവിടെ വേദനയുണ്ടാവുക, അല്ലെങ്കിൽ മൂത്രമൊഴിക്കുമ്പോൾ നല്ല പുകച്ചിൽ ഫീൽ ചെയ്യുക, ഇതൊക്കെയുണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങളുടെ ശരീരം തരുന്ന ഒരു സിഗ്നലാണ്. എനിക്കെന്തോ കുഴപ്പമുണ്ട്, ശ്രദ്ധിക്കണം എന്നുള്ള സിഗ്നൽ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എപ്പോഴാണ് ഒരു ഡോക്ടറെ പോയി കാണേണ്ടത് എന്നാണ്. നമുക്കൊരസുഖം വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ? നേരെ ഗൂഗിൾ നോക്കുമല്ലേ? ഡോക്ടർ ഗൂഗിളിനോട് ചോദിക്കുന്ന ഈ ശീലം മാറ്റണം. കാരണം ഈസ്റ്റ് ഇൻഫെക്ഷൻ ആയാലും മറ്റു പല ഇൻഫെക്ഷൻ ആയാലും ലക്ഷണങ്ങൾ ഏകദേശം ഒരേപോലെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ആ നോർമൽ ബേസ് ലൈനിൽ നിന്ന് മാറി അസാധാരണമായി എന്ത് മാറ്റം കണ്ടാലും ബുദ്ധിമുട്ടുകൾ തോന്നിയാലും ഒട്ടും മടിക്കാതെ ഒരു ഡോക്ടറെ പോയി കാണുക. ഞങ്ങളെപ്പോലുള്ള ഡോക്ടർമാർക്ക് ഇതൊരു നിത്യസംഭവമാണ്. അതുകൊണ്ട് എന്ത് വിചാരിക്കുമെന്ന് കരുതി നാണിക്കാനും മടിക്കാനും ഒന്നും നിൽക്കരുത്. അവസാനമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ട ലളിതമായ ചില ഹൈജീൻ ടിപ്സ് അല്ലെങ്കിൽ ശുചിത്വശീലങ്ങൾ. എങ്ങനെയാണ് ആ ഭാഗം വൃത്തിയാക്കേണ്ടതെന്ന് പലർക്കും വലിയ സംശയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വയം വൃത്തിയാക്കാൻ കഴിവുള്ളൊരു അവയവമാണത്. അപ്പോൾ അവിടെ പോയി പ്രത്യേകിച്ച് വാഷുകളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1. പുറംഭാഗം വൃത്തിയാക്കാൻ വെറും ചെറുചൂടുവെള്ളം മാത്രം ഉപയോഗിക്കുക. 2. എപ്പോഴും നല്ല കോട്ടൺ അടിവസ്ത്രങ്ങളിൽ നിന്ന് ധരിക്കാൻ ശ്രദ്ധിക്കുക. വായുസഞ്ചാരം വളരെ പ്രധാനമാണ്. 3. കടുത്ത സോപ്പുകൾ, സുഗന്ധമുള്ള ഫെമിനിൻ വാഷുകൾ, സെന്റഡ് പാഡുകൾ ഇതൊക്കെ ഒഴിവാക്കുക. ഇതൊക്കെ ഉപയോഗിച്ചാൽ അവിടെയുള്ള നല്ല ബാക്ടീരിയകൾ നശിച്ചു പോവുകയും ഇൻഫെക്ഷൻ വരാൻ കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ.
എപ്പോഴും ഓർക്കുക, സ്വന്തം ശരീരത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതും അതിനോട് ചേർന്ന് നിൽക്കുന്നതുമാണ് ആരോഗ്യത്തിലേക്കുള്ള ആദ്യ പടി. സ്വന്തം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായും അഭിമാനിക്കാം. ഇതുപോലുള്ള കൂടുതൽ വിശ്വസനീയമായ ഇൻഫർമേഷൻസ് കിട്ടാനായിട്ട് ഹെൽത്ത് കണക്ട് കേരള എന്ന നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്തു കൊടുക്കാം. നിർത്തുന്നതിന് മുൻപ് ഒരു ചെറിയ ചോദ്യം. അടുത്ത തവണ നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് ചില സിഗ്നലുകൾ തരുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലേ? തീർച്ചയായും ഉണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.